എനിക്കാരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സ് ക്ഷീണിക്കുന്നതിൽ നല്ലത് എന്നെ സഹായിക്കാൻ ദൈവമുണ്ട്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നതല്ലേ? വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ കാണും. ഇന്നത്തെ സന്ദേശം നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഒരു ദൈവിക ആലോചനയാണ്. പൗലോസിൻ്റെ വാക്കുകൾ കടമെടുത്ത് നമുക്കും പറയാൻ കഴിയട്ടെ, എൻ്റെ ദൈവം എനിക്ക് തുണയായി ഉണ്ട്. ഇന്നത്തെ സന്ദേശത്തിൽ ദീർഘവർഷങ്ങൾ നിയമയുദ്ധം ചെയ്തിട്ട് ഒരിക്കൽ പോലും അനുകൂലമായ വിധി കിട്ടാത്തൊരു വ്യക്തിക്ക് വേണ്ടി ദൈവം അത്ഭുതകരമായി ഇടപെട്ട ഒരു സാക്ഷ്യവും കൂടെ ഞാൻ പങ്കുവെക്കുന്നുണ്ട്. തുടർന്ന് ഈ സന്ദേശം കേൾക്കുക, മിസ് ചെയ്യരുത്. ദൈവം നിങ്ങളോട് തീർച്ചയായിട്ടും സംസാരിക്കും. എൻ്റെ എല്ലാ മാന്യ സ്നേഹിതർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. അല്പനിമിഷം ദൈവവചനത്തിൽ നിന്നുള്ള ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. 2 തിമോഥെയോസ് 4-ാം അധ്യായം 17-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവോ എനിക്ക് തുണ നിന്നു. ഇത് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുന്ന ചില വാക്കുകളാണ്. നമ്മുടെ ജീവിത അനുഭവത്തിലും ഇത് തന്നെ നമുക്കും പറയാൻ കഴിയില്ലേ? ദൈവം നമുക്ക് തുണ നിന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. മനുഷ്യരാരും തുണയില്ലാതിരുന്ന സ്ഥാനത്ത് വാക്കുകൾ കൊണ്ട് ഒന്ന് ധൈര്യപ്പെടുത്തുവാനോ ഒന്ന് സഹായിക്കാനോ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് ശക്തിപ്പെടുത്താൻ ആരുമില്ല. ഏകാന്തമായ ജീവിത അനുഭവങ്ങളിൽ നമുക്ക് തുണയായി ഇറങ്ങി വന്ന് നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്. പൗലോസിനും ഇതുതന്നെ പറയാനുണ്ട്: കർത്താവോ എനിക്ക് തുണ നിന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരിൽ ആരെങ്കിലും എനിക്ക് തുണയായിട്ട്, എന്നെ സഹായിക്കാൻ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്ന് മനസ്സിൽ പറയുന്നുണ്ടെങ്കിൽ, ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ, പൗലോസിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തി പറയാം, ദൈവം നിങ്ങൾക്ക് തുണയായി ഇറങ്ങി വരും. നിങ്ങളെ സഹായിക്കാൻ ദൈവം കൂടെ ഉണ്ടെന്നേ. നിങ്ങൾക്ക് ഏത് വിഷയമാണ് ബുദ്ധിമുട്ടുള്ളത്, ഏതു പ്രശ്നത്തിൻ്റെ സന്ദർഭങ്ങളിലും തുണയായി ഇറങ്ങി വരുന്ന ഒരു ദൈവം എപ്പോഴും നമ്മുടെ അരികിലുണ്ട്. നമ്മൾ ഒരിക്കലും ഏകരല്ല, നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. യേശുവിനെ കണ്ടുമുട്ടിയ ഒരു ദൈവ പൈതലിന് ഒരിക്കലും പറയാൻ കഴിയില്ല ഞാൻ ഏകനാണെന്ന്. കാരണം വചനം നമ്മോട് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അത് ദൈവത്തിന് നമ്മളെ കൈവിടുവാനും ഉപേക്ഷിക്കാനും കഴിയില്ല. ദൈവം തുണയായി ഇറങ്ങി വരും. കഷ്ടങ്ങളുടെ സമയത്ത്, ഏകാന്തമായ സമയത്ത്, നമുക്ക് വേണ്ടി ആരും സംസാരിക്കാനില്ലാത്തപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റായി, നമ്മുടെ സ്നേഹിതനായി, നമ്മുടെ കൂട്ടാളിയായി, തുണയായി ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് ഈ ദിവസങ്ങൾ അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു ചെന്നപ്പോൾ വചനമൊക്കെ പങ്കുവച്ചതിന് ശേഷം ഒരു കുടുംബം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്നു. ദീർഘനാളുകളായിട്ട് അവരൊരു നിയമയുദ്ധം ചെയ്യുകയാണ്. കോടതികൾ അവരെ പലതവണ കയറി ഇറങ്ങി, അവരുടെ ഭാഗത്താണ് നീതി കിടക്കുന്നത്. എന്നാൽ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്ക് പണവും സ്വാധീനങ്ങളും ഉള്ളതുകൊണ്ട് സത്യത്തെ വളച്ചൊടിച്ച് അവർക്ക് കിട്ടേണ്ടുന്ന ചില നന്മകൾ മുടങ്ങിക്കിടക്കുകയാണ്. കുറേ നാളായിട്ട് അതിൻ്റെ പിന്നാലെ ഒത്തിരി പ്രവർത്തിച്ചു, എന്നാൽ ഒന്നും അനുകൂലമായിട്ട് വെളിപ്പെടുന്നില്ല. എന്നാൽ അന്നേ ദിവസം ആ കുടുംബവുമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വചനമുള്ളത്തിൽ തന്നു. സങ്കീർത്തനങ്ങളിൽ നിന്നാണ്. അത് ഇപ്രകാരമാണ്: നീതിമാൻ്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കുകയില്ല. ഈ ആലോചന ആ കുടുംബത്തോട് പങ്കുവെച്ചപ്പോൾ അവർ കണ്ണുനീരോടുകൂടെ കരഞ്ഞു. അടുത്ത ദൈവത്തിൻ്റെ ശബ്ദം ഇപ്രകാരമായിരുന്നു: ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും, എൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ നീതിയായ ഒരു ഇടപെടലുണ്ടാകും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന പറഞ്ഞു. ഉടനെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം കുടുംബം എന്നോട് ഷെയർ ചെയ്തു, ബ്രദറെ, നാളെ ഈ കോടതി വിഷയത്തിൽ, ഈ നിയമയുദ്ധത്തിൻ്റെ അവസാനത്തെ വേർഡിക്റ്റ് നാളെയാണ് വരുന്നത്. ഇതുവരെ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ലഭിച്ചിട്ടില്ല. എന്നാൽ നാളെ നടക്കുന്ന ഈ വിഷയത്തിൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ മാനവും പുകഴ്ചയും ദൈവത്തിന്. ദൈവം പറഞ്ഞ ആലോചന ദൈവം നിവർത്തിച്ചു. ആദ്യമായിട്ട് ഏകദേശം 7-8 വർഷങ്ങളായിട്ട് നടക്കുന്ന നിയമയുദ്ധത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കോടതി ഉത്തരവ് വന്നപ്പോൾ സംഭവിച്ചത്, സകല സ്വാധീനങ്ങൾക്കും അപ്പുറത്ത്, മാനുഷികമായിട്ടുള്ള ഇടപെടലുകൾക്കും അപ്പുറത്ത് ഈ കുടുംബത്തിന് വേണ്ടി ദൈവം ഒരു അനുകൂലമായ വിധി പ്രസ്താവിപ്പാൻ ഈ കോടതിയിലൂടെ ഇടയാക്കി തീർത്തു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം,
നമ്മെ ആരും സഹായിക്കാനില്ല, തുണയായിട്ട് ആരും ഇല്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും ദൈവത്തിന് ഏതെല്ലാം വിധങ്ങളിൽ സഹായിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എനിക്കാരുമില്ലേ എന്ന് പറയുന്നത് നിർത്തിയിട്ട് എന്നെ സഹായിക്കാൻ ദൈവമുണ്ട്, എൻ്റെ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറ. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ ചിലർ അതുപോലെയുള്ള ചില വിഷയങ്ങളിലൂടെ കടന്നു പോവുകയാണെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിൽ ബോധ്യം തരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുകയാണ്. പൗലോസ് തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറഞ്ഞതുപോലെ നമുക്കും പറയാൻ കഴിയട്ടെ, എൻ്റെ കർത്താവ് എനിക്ക് തുണയായി ഇറങ്ങി വന്നു. അതെ, അത് സംഭവിക്കും, വിശ്വസിക്കുക. എൻ്റെ വാക്കുകളെ ഞാനിവിടെ ചുരുക്കിയാണ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഗോഡ് ബ്ലസ് യു.